രാവിലെ മുതൽ ഉച്ചവരെയുള്ള ലൈവ് നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലേറ്റ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു എന്നാണ് കേട്ടോ അറിഞ്ഞത്. സിജോ, ജിൻഡോ, അർജുൻ എന്നിവര് നോമിനേഷനിലില്ല. സിജോ ക്യാപ്റ്റനാണ്, ജിൻഡോ, അർജുനാണ് സേവ് ആയത്. അവരൊഴികെയുള്ള 7 പേരും നോമിനേഷനിലുണ്ട്. ജിൻഡോ നോമിനേഷനിലില്ല, അതാണ് ഹൈലൈറ്റ്. ആരും പുള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല. ലാലേട്ടന്റെ എപ്പിസോഡില് പുള്ളിയുടെ മുന്നിൽ ജിൻഡോയെ കുറ്റം പറയാൻ മുന്നിട്ട് നിന്ന് ആരും കൺഫെഷൻ റൂമിൽ ജിൻഡോയുടെ പേര് പറഞ്ഞില്ല എന്ന് നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. ഇതിനെ നമ്മൾ നെഗറ്റീവായിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത്. പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റന്റ് നോമിനേഷനിൽ വരാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഗെയിം. അത് അവരുടെ ഗെയിമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ജിൻഡോ ആയി കഴിഞ്ഞാലും അർജുൻ ആയി കഴിഞ്ഞാലും പ്രേക്ഷക പിന്തുണയുള്ളവരാണ്. അവര് നോമിനേഷനിൽ വന്നാൽ സേവ് ആവുമെന്ന് അറിയാം. കാരണം അത്രയധികം നോമിനേഷനുകളിൽ അവര് സേവ് ആയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് ഒരു പാറ്റേൺ വെച്ചിട്ടാണ്. നമ്മൾ ഈ സീസൺസ് എല്ലാം കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ വെച്ചിട്ട് അവസാന ഭാഗമാകുമ്പോൾ എപ്പോഴും പ്രേക്ഷക പിന്തുണയുള്ളവര് നോമിനേഷനിൽ വരാറില്ല. ജിൻഡോ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബാധിക്കത്തൊന്നുമില്ല. ടിക്കറ്റ് ഫിനാലയിൽ കൂടി തകർത്ത് കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അർജുൻ ആണെങ്കിലും തകർത്ത് കളിക്കും. ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തതിന്റെ ക്ഷീണം അർജുൻ തീർക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോറ, ശ്രീതു, സായി ഒക്കെ നോമിനേഷനിൽ വന്ന സ്ഥിതിക്ക് അവരുടെ ആരുടെയും ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല, വോട്ടുകൾ എങ്ങനെയൊക്കെ മറിയും അട്ടിമറിയും എന്നുള്ളത് അറിയത്തില്ല. ഋഷി, അഭിഷേക്, ജാസ്മിൻ ഒക്കെ വോട്ടുകളോട് തേരോട്ടം നടത്താൻ ചാൻസ് ഉണ്ട്. കാരണം ജിൻഡോ നോമിനേഷനിൽ ഇല്ല. അപ്പം നമ്മളിപ്പോ തന്നെ ഒരു പോൾ ഇടുന്നതായിരിക്കും. പോയി വോട്ട് ചെയ്യുക, ഇഷ്ട മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുക. മത്സരം അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഇഷ്ടമുള്ള മത്സരാർത്ഥിക്ക് മാത്രം വോട്ട് കൊടുക്കുക. ആരെയും പുറത്താക്കാൻ വേണ്ടി വോട്ട് കൊടുക്കാതിരിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.